എൻ്റെ പൊന്നെ, നീ ഒന്ന് സമാധാനിക്കുക, ഞാനില്ലേ കൂടെ. ചേട്ടൻ അതൊക്കെ ഇപ്പൊ പറയും. എന്തെങ്കിലും സംഭവിച്ചാ ഞാൻ ആത്മഹത്യ ചെയ്യും. നീ എന്നെക്കുറിച്ച് എന്താ കരുതിയേ? നിന്റെ ഭർത്താവിനെ പോലെ ഒരു പേടിത്തൊണ്ടനൊന്നും അല്ല ഞാൻ. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ ചേട്ടാ. ഈ നിമിഷം ഞാൻ ചേട്ടന്റെ കൂടെ ഇറങ്ങി വരാൻ തയ്യാറാ. നീ ഒന്നടങ്ങ്. എൻ്റെ ഭാര്യയുമായുള്ള വിവാഹമോചന കേസിന്റെ വിധി ഈ ആഴ്ച തന്നെ ഉണ്ട്. അത് കഴിഞ്ഞാ എൻ്റെ സ്വപ്നത്തിലെ രാജകുമാരി നീ തന്നെ. എൻ്റെ പൊന്നെ, നീ ഇങ്ങോട്ട് അടുത്തിരിക്കും. എന്തായാലും നാണം. എൻ്റെ പൊന്നെ. അത് ശരി, TV സീരിയൽ കാണായിരുന്നല്ലേ? ഇപ്പൊ ഞാൻ പേടിച്ച് ചത്തുപോയനെ. സീരിയൽ കാണുന്നതിനിടയിൽ ചത്തുപോയാലും നീ അറിയില്ല. എടി, വെള്ളത്തിന്റെ മോട്ടർ ഓൺ ആക്കിയിട്ടിട്ട് മണിക്കൂർ എത്രയായി? ടാങ്ക് എറിഞ്ഞ് വെള്ളം കളഞ്ഞാലും നീ അറിയില്ലല്ലോ. ഇവള് എന്നെ കൊണ്ടേ പോകൂ ഭഗവാന്. അയ്യോ ശരിയാ, 2:30-ക്കുള്ള ശവക്കുഴി എന്നുള്ള സീരിയലിന് മുമ്പാ ഞാൻ മോട്ടർ ഓൺ ആക്കിയത്. സോറി ചേട്ടാ, ഞാൻ ഇപ്പൊ ഓഫ് ചെയ്യാവേ. പോയി അയ്യോ, ഇനി ഞാൻ എന്തിനു ജീവിച്ചിരിക്കണ? അയ്യോ, എല്ലാം നശിച്ചു ചേട്ടാ. എനിക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഇന്നലെ രാത്രി നല്ല ക്ലിയർ ആയിട്ട് കണ്ടോണ്ടിരുന്ന ടിവിയാ, ഇപ്പൊ ഒന്നും കാണുന്നില്ല. ഇനി ഞാൻ എന്തിനു ജീവിച്ചിരിക്കണ? സമാധാനപ്പെട്, ഞാനൊന്ന് നോക്കട്ടെ. ഓ അത് ശരി, അപ്പൊ അതാണ് കാര്യല്ലേ? പിക്ചർ ട്യൂബും ബാക്കി എല്ലാ ഫംഗ്ഷനും റെത്തിൻ വരെ അടിച്ചുപോയി. ഇനി എന്ത് ചെയ്യും? എടി, വല്ലപ്പോഴേ ഇതിന് ഇത്തിരി റെസ്റ്റ് എങ്കിലും കൊടുക്കണ്ടേ? ഇനിയിപ്പോ എന്ത് ചെയ്യും ചേട്ടാ? സമാധാനപ്പെട്ട് ശരിയാക്കാം. നമുക്ക് പുതിയൊരു TV വാങ്ങാം, അതാണ് നല്ലത്. എപ്പോ? ഉടനെ വാങ്ങാടി, ശമ്പളമൊക്കെ കിട്ടട്ട്. എന്നാലും എപ്പോ? എടി വാങ്ങാടി, അടുത്ത മാസം ഉടനെ തന്നെ വാങ്ങാം. നീ ആ ബാഗ് എടുത്തോണ്ട് എനിക്ക് ഓഫീസിൽ പോണം. ഉടനെ വാങ്ങണേ. വാങ്ങാന്ന്. ഇതെങ്ങനെ ശരിയായി? ചേട്ടാ, നമുക്ക് ഭാഗ്യമുണ്ട്. എങ്ങനെ? ഇന്ന് ഉച്ചയ്ക്ക് ചേട്ടന്റെ ഫ്രണ്ട് TV മെക്കാനിക് ജോർജ് ഇല്ലേ, ഇവിടെ വന്നിരുന്നു. എന്തിന്? സീരിയലുകളൊന്നും കാണാതെ ഞാൻ തളർന്നു കിടക്കുമായിരുന്നു. ജോർജ് TV വന്ന് നോക്കി ഉടനെ ശരിയാക്കുകയും ചെയ്തു. ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ജോർജ് 5000 രൂപയെ വാങ്ങിയുള്ളൂ. അതിന് നിന്റെ അവിടെ 5000 രൂപ? അതോ, അത് ചേട്ടൻ ബാങ്കിൽ ലോൺ അടയ്ക്കാൻ വെച്ചിരുന്ന കാശില്ലേ, ഞാൻ അതെടുത്തും കൊടുത്തു. എന്റെ അമ്മ ചതിച്ചാടിയ നീ. എടി, നിന്റെ TV സീരിയൽ ഭ്രാന്തം മാറാൻ വേണ്ടിട്ട് ഞാൻ തന്നെ ടിവിയുടെ ഒരു ചെറിയ ഫ്ലഗ് ഓടിച്ചിട്ടതല്ലേ? ആ ഫ്ലഗിന് വെറും 50 രൂപയുള്ളേ.